കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ഈ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതും എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. ഗ്ലാസ് പെയിൻറ്റിങ് കൂടുതലും നമ്മൾ ഈ ഒരു ഗ്ലാസ് പീസസിലൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും ചെയ്യാറുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഗ്ലാസ് പെയിൻറ്റിങ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ബോട്ടിൽ തന്നെ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പം, ബട്ടർഫ്ലൈ ഒന്നുമല്ല, അതിനേക്കാൾ എളുപ്പമായിട്ടൊരു പരിപാടി. അതിനായിട്ട് ഫെവിഗ്രിലിൻ്റെ ഗ്ലാസ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രൈമറി കളേഴ്സ് ഉള്ളതിനൊക്കെ 70 രൂപ 100 രൂപ റേഞ്ചൊക്കെ വരുള്ളൂ, 120 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ ഇതിന്. ഇനി കുറേ നാളായിട്ടോ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റ് വാങ്ങിച്ചു വെച്ചിട്ട്. 70 രൂപ മുതലുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രൈമറി കളേഴ്സിനൊക്കെ. അപ്പോൾ ഇതേ അതിൻ്റെ ഔട്ട്ലൈനറും ഉണ്ട്. ആ ഒരു പാക്കറ്റിൽ ഔട്ട്ലൈനർ കറുപ്പും ഉണ്ടാവാം, ഗോൾഡൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ കളർ തരും കേട്ടോ. അങ്ങനെയും ഗോൾഡൻ കളറും വരുന്നുണ്ട്. പിന്നെ ഫെവിഗ്രിലിൻ്റെ 3D ഔട്ട്ലൈനറാണ്. 3D ഔട്ട്ലൈനർ ഇതാണ് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ, മറ്റേത് 3D ഔട്ട്ലൈനർ. 3D ഔട്ട്ലൈനറും എടുക്കാം, ഇല്ലെങ്കിൽ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഔട്ട്ലൈനറും എടുക്കാം. അതിലും ഇല്ലെങ്കിലും നമ്മൾ ഗോൾഡൻ കളർ വരുന്നുണ്ട് ആ ഒരു ട്യൂബ്. അതും ചോദിച്ചു കഴിഞ്ഞാൽ ചില കടകളിലൊക്കെ കിട്ടും കേട്ടോ, ക്രാഫ്റ്റിൻ്റെ കടകളിലൊക്കെ കിട്ടും. അതും കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് 3D ഔട്ട്ലൈനറാണ്. അത് ഒരു പേൾ മെറ്റാലിക് ഷെയ്ഡാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പൂ വരച്ചു കൊടുക്കുക. പൂ എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന പൂവാണ് കേട്ടോ. ഇത് ഇങ്ങനെ ചുമ്മറ പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അതിനൊരു ജോയിൻ്റ് എപ്പോഴും ഒരുമിച്ചിരിക്കണം, ഒരു ഗ്യാപ്പും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഒരു 3 എണ്ണം അടുപ്പിച്ച് വെക്കുന്ന രീതിയിൽ വരച്ചു. അതുപോലെ തന്നെ താഴത്തും നമ്മൾ 3 എണ്ണം അങ്ങനത്തെ രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് ലീഫിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലെ ഒരു 3D ഔട്ട്ലൈനർ തന്നെ എടുക്കുന്നു. ശരിക്കും ഗോൾഡൻ കളർ മതി എല്ലാം ചെയ്യാനായിട്ട്. എല്ലാം ഒരേ കളർ, ബ്ലാക്ക് അല്ലെങ്കിൽ ഗോൾഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിൽ ഗോൾഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ കൊണ്ട് ലീഫുകൾ അവിടെ ഇവിടെയൊക്കെ 1 2 ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് 2 എണ്ണം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഔട്ട്ലൈൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് എടുക്കാം. എന്നിട്ട് ആ ഫ്ലവേഴ്സിൻ്റെ ഓരോ ഇതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് ഓരോ ഡ്രോപ്പ് എന്ന് വെച്ചാൽ വളരെ ഇങ്ങനെ ഞെക്കി കളയരുത്, ജസ്റ്റ് ഒരു ടച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് വീഴും. ആ ഒരു 5 ഇതളുണ്ടെങ്കിൽ 5 ഇതളിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ വെച്ചിട്ട് ബാക്കി ഇതളും മൊത്തത്തിൽ കൊടുക്കാം. ആ കൊടുക്കുമ്പോൾ അത് വെച്ച് തന്നെ കൊടുക്കുകയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ ഒരു പിങ്ക് കളർ വെച്ചിട്ട് നമ്മൾ ഈ ബ്ലൂവിനോട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ഡ്രോപ്പൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒലിച്ചു പോകാൻ ചാൻസ്, ഒരു ഡ്രോപ്പ് കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒലിച്ചു പോകും. അപ്പോൾ ഒരു ഡ്രോപ്പ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പതിയെ ഒരു ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിലാകുമ്പോൾ നമ്മൾ ഒലിച്ചു പോകും. ശരിക്കും കുറച്ച് ഡ്രോപ്പ് കൂടുതലായിട്ടൊക്കെ വീണ് പോയി അധികമായിക്കഴിഞ്ഞാൽ ഒലിച്ചു പോകും. പക്ഷേ നമ്മൾ ഗ്ലാസ് പീസുകൾ ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നം അധികമൊന്നും വരില്ല. കുറച്ച് ഉണങ്ങിയിട്ട് നമുക്ക് അടുത്ത ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒലിച്ചു പോകില്ല. ഈ ഒരു ബോട്ടിൽ ഉരുണ്ടയും കൂടെ ആകുമ്പോൾ നമ്മൾ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ആ സൈഡിലോട്ടൊക്കെ പോകും. അതൊക്കെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ, പോവുകയാണെങ്കിൽ തന്നെ. ഇപ്പം ഞാൻ ആ പിങ്ക് ബ്ലൂവിനോട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ബ്രഷ് വെച്ചിട്ട്. പിന്നെ ബബിൾസ് ഉണ്ടാവാൻ പാടില്ല. ബബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കളയുക. അപ്പം തന്നെ ആ സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ അറ്റം കൊണ്ടോ പൊട്ടിച്ച് കളയണം. പിന്നെ ചിലപ്പോൾ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും. അങ്ങനെയും നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഇതുപോലെ പിങ്ക് കളർ ജസ്റ്റ് ടച്ച് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക, ഇങ്ങനെ ഡ്രോപ്പായിട്ട്. അപ്പോൾ എന്നിട്ട് കുറച്ചൊന്ന് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലാതെ നമ്മൾ പേപ്പറിലൊക്കെ തേക്കുന്ന പോലെ തേക്കരുത്, ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് ബ്ലൂ ചെയ്യുകയാണെങ്കിൽ ആ പിങ്കിനോട് ആ ബ്ലൂ ഇങ്ങനെ ജോയിൻ ചെയ്യും. അപ്പോൾ കാണാനൊരു ഭംഗിയാണ് കേട്ടോ, ആ പിങ്കിൽ നിന്നും ബ്ലൂവിലേക്ക് പോകുന്നത്. ഇനി ബ്ലൂ ഒരുപാട് ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു തുണിയൊക്കെ എടുത്ത് തുടച്ച് കൊടുക്കുക കേട്ടോ സൈഡിൽ, അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ. പിന്നെ കണ്ടില്ലേ, ഇതുപോലെ ഒരു തുള്ളി ഇട്ടാൽ മതി. എന്നിട്ട് ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ.
ഇനി നമ്മൾ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ ഈ സൈഡിലൊക്കെയാണ് ബോട്ടിലിൻ്റെ ലീഫൊക്കെ വരുന്നതെങ്കിൽ ഒലിച്ചു പോകും. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇടുക, കുറച്ച് സമയം 1 സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒലിച്ച് താഴത്തേക്ക് വരും. ഇല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിപ്പോൾ വലുതായിട്ട് ഒലിച്ച് പോകുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് ശരിക്കും ഞെക്കി അങ്ങോട്ട് ഒഴിക്കരുത്, ഒറ്റ ഡ്രോപ്പ്, അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുള്ള ആ ഒരു ബോട്ടിലിൻ്റെ അറ്റം വെച്ചിട്ട്. ഇതുപോലെ ഇത് ഈ ബോട്ടിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അല്ലാതെ പീസ് ഓഫ് ഗ്ലാസ്സിൽ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ദേ ഞാൻ ആ ഒരു പച്ച കളറിൽ കുറച്ച് ഗോൾഡൻ കളറും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതും ആ ഒരു ബോട്ടിൽ കൊണ്ട് തന്നെ തേച്ചാൽ മതി, ആ ഒരു പെയിൻറ്റ് ചെയ്താൽ മതി. ബ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ ആ ഒരു ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്യുന്ന വേറൊന്നുമല്ല, ഒന്ന് ജോയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തട്ടിക്കളയുക, അതൊക്കെ ബ്രഷ് കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ആ പിങ്കിൽ നിന്നും ബ്ലൂയിലേക്ക് പോകുമ്പോൾ ഒരു വയലറ്റ് അല്ല, ഒരു ബ്ലൂ അല്ല, ഒരു പിങ്ക് അല്ല എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ആ ഒരു പരിപാടി. എന്നിട്ട് ആ ഒരു ഗോൾഡൻ കളറും ഗ്രീൻ കളറും കൂടെ ഉള്ള ലീഫും കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചും കൂടെ ലീഫുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യരുത്, കുറച്ചൊന്ന് ചെയ്തിട്ട് പതിയെ അടുത്ത ചെയ്യുക. അങ്ങനെ സെക്കൻഡ് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബോട്ടിൽ ഇതുപോലൊക്കെ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് ഓരോന്ന് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഒലിച്ചു പോകും. അപ്പുറത്തെ സൈഡിലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഒരു സൈഡിലോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി പെയിൻ്റ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കും പെട്ടെന്ന് ഗ്ലാസ് പെയിൻറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് അല്ലേ, വലിയ പാടൊന്നുമില്ല, ഫ്ലവർ വരയ്ക്കാനും വലിയ പാടില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.